വളരെ കാലങ്ങളായിട്ട് കോൺസ്റ്റന്റ് ഷേവിങ്ങും വാക്സിങ്ങും ത്രെഡിങ്ങും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റും എല്ലാം ചെയ്തിട്ട് മടുപ്പ് അനുഭവപ്പെടുക എന്നല്ലാതെ കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്നവരാണോ നിങ്ങൾ? 1 in every 14 women is struggling with excessive hair growth or hirsutism as it is called. 70% കേസുകളിലും പ്രധാന കാരണമായിട്ട് പറയുന്നത് മെയിൽ ഹോർമോൺ അഥവാ ആൻഡ്രോജന്റെ എക്സസീവ് ആയിട്ടുള്ള പ്രസൻസ് തന്നെയാണ്. മറ്റ് രോഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് അത്ര ഒരു സീരിയസ് കണ്ടീഷൻ അല്ല എങ്കിലും പല രീതിയിലുള്ള മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഹിർസ്യൂട്ടിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും അതിന്റെ ചികിത്സയാണ് നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗീവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ്, ബിക്കോസ് നിങ്ങളുടെ ഈ കൈൻഡ് ഗെസ്റ്റേഴ്സ് ആണ് നമ്മുടെ ചാനലിന്റെ മുന്നോട്ടുള്ള ഫ്യൂൽ. അപ്പൊ എന്താണ് ഹിർസ്യൂട്ടിസം? സ്ത്രീകളുടെ ശരീരത്തില് പ്രത്യേകിച്ച് ഈ അപ്പർ ലിപ്പ്, ചിൻ, ചെസ്റ്റ്, അബ്ഡമൻ, പിന്നെ ബാക്ക്, ഈ ഭാഗങ്ങളിലൊക്കെ വളരെ കട്ടി കൂടിയതും ഡാർക്കും ആയിട്ടുള്ള ഹെയർ, ഇതിനെയാണ് PCOS റിലേറ്റഡ് ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത്. എല്ലാ അമിത രോമ വളർച്ചയുടെയും കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് ആകണമെന്നില്ല. നിങ്ങളുടെ ജെനറ്റിക്സിനും അതിൽ വളരെ വലിയ റോളുണ്ട്. നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റില്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റില്, മെഡിറ്ററേനിയൻ കൺട്രികളിലൊക്കെ ഈ ഹെയറിന്റെ കളറും തിക്നെസ്സും കുറച്ച് ഡാർക്കർ സൈഡിലേക്കാണ് ഉള്ളത്. സോ ഹിർസ്യൂട്ടിസം ആണോ അതോ ഹെയറിനെസ് ആണോ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് നോർമൽ ഹെയർ എന്നും എന്താണ് ഹിർസ്യൂട്ടിസം ഹെയർ എന്നും നോക്കാം. നോർമൽ ഹെയർ എന്ന് പറയുന്നത് വെല്ലസ് ഹെയർസും ടെർമിനൽ ഹെയർസും ആണ് ഉള്ളത്. ഈ വെല്ലസ് ഹെയർസ് എന്ന് പറയുന്നത് തിൻ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആണ്. ഇത് നമുക്ക് നമ്മുടെ ബോഡിയുടെ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ചെറിയ ചെറിയ രോമങ്ങളിലെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടെർമിനൽ ഹെയർ. ടെർമിനൽ ഹെയർസ് എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് തിക്ക് ആയിട്ടുള്ളതും കോഴ്സ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ള ഹെയർസ് ആണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് ബോഡി പാർട്സിലും പിന്നെ അണ്ടർ ആമിലൊക്കെ കാണപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഹിർസ്യൂട്ടിസം കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഹിർസ്യൂട്ടിസത്തില് ഈ വെല്ലസ് ഹെയർസ് എല്ലാം ടെർമിനൽ ഹെയർ ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. സം ഓഫ് ദി വെല്ലസ് ഹെയർസ് വിൽ കൺവേർട്ട് ഇൻ ടു ടെർമിനൽ ഹെയർ. അതായത് തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹെയർ തിക്ക് ആൻഡ് കോഴ്സ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഹെയർ ആയിട്ട് മാറുകയാണ്. ഇതിന്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള ആൻഡ്രോജൻ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആൻഡ് ദി ബാഡ് പാർട്ട് ഇസ് ഈ ട്രാൻസിഷൻ, ലൈക്ക് വെല്ലസ് ഹെയർ ടെർമിനൽ ഹെയർ ആയിട്ട് മാറുന്നത് നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടിയാണ്. ആക്ച്വലി അത് ഇറിവേഴ്സിബിൾ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ്, ക്രീം, ലോഷൻസ് ഒക്കെ അപ്ലൈ ചെയ്താലും ഈ ഒരു കണ്ടീഷന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്തത്. സോ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളിവിടെ വില്ലനായിട്ടിരിക്കുന്ന ഹൈ ആൻഡ്രോജൻ, ഈ ഹൈ ആൻഡ്രോജന്റെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഹൈ ആൻഡ്രോജൻ കാണിക്കുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണ് ഒരാളുടെ ശരീരത്തിൽ എന്നുള്ളത് നോക്കാം. ബേസിക്കലി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് പാറ്റേൺ, ഹെയർ ഗ്രോത്ത് പാറ്റേണിൽ ചേഞ്ചസ് വരും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺവാണ്ടഡ് ഏരിയസിലെല്ലാം ഈ ഹെയർ ഗ്രോത്ത് വരുന്നതായിട്ട് കാണാം. ചേഞ്ച് ഇൻ ഹെയർ ക്വാളിറ്റി ആൻഡ് ഗ്രോത്ത് പാറ്റേൺ, ഇത് എക്സസ് ആയിട്ടുള്ള ആൻഡ്രോജന്റെ കാരണത്താലാണ് സംഭവിക്കുന്നത്. അമിതമായിട്ട് മുടി ഒഴിച്ചിലും പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റൻസും കൂടുതലായിട്ട് കണ്ടുവരിക. പിന്നെ ഉണ്ടാകുന്നതാണ് നമ്മുടെ ശബ്ദം കുറച്ചും കൂടി ഡീപ്പർ വോയിസിലേക്ക് മാറുന്നത്. പിന്നെ അതുപോലെ തന്നെ മസിൽസിന്റെ എക്സസീവ് ആയിട്ടുള്ള ഗ്രോത്ത്, കൂടാതെ ബ്രസ്റ്റിന്റെ സൈസ് ചെറുതാവുക. ബോഡി ഫാറ്റ് അമിതമായിട്ട് നമ്മൾ അടിവയർ ഭാഗത്ത് അടിഞ്ഞു കൂടുന്ന ഒരു ശരീരപ്രകൃതത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. പീരിയഡ് സൈക്കിൾസ് എല്ലാം ഇറഗുലർ ആവുക. ഈസ്ട്രോജന്റെ അളവ് കൂടുകയും പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ പീരിയഡ് സൈക്കിൾസ് എല്ലാം ഇറഗുലർ ആവും. അതുപോലെ ചില ആൾക്കാരിൽ കണ്ടിട്ടില്ലേ, ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെന്റേഷൻസ് ഉണ്ടാവും. അക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ നെക്ക് ഏരിയയിലും പിന്നെ അണ്ടർ ആം ഏരിയയിലൊക്കെ ഡാർക്ക് പാച്ചസ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനും കൂടി ഇതിന്റെ കൂടെ വരാറുണ്ട്. PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 30% സ്ത്രീകളിലും അമിത രോമ വളർച്ച കാണാറുണ്ട്. ഇത് ആൻഡ്രോജന്റെ അമിതമായ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളും ഇതിലേക്ക് നയിച്ചേക്കാം. അതിലൊന്നാണ് കുഷിങ് സിൻഡ്രോം. പിന്നെ നമ്മൾ എന്തെങ്കിലും പലതരത്തിലുള്ള മെഡിക്കേഷൻസ് PCOSന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് അതിലേക്ക് ഒരു കാരണമാണ്. പല രീതിയിലുള്ള ട്യൂമറുകളിലും ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ കൺജനൈറ്റൽ ആയിട്ട് വരുന്ന അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ, ഈ അവസ്ഥയിലൊക്കെ ഇതുപോലെ എക്സസീവ് ഹെയർ ഗ്രോത്ത് കാണാറുണ്ട്. അത് മാത്രമല്ല സ്കിൻ ടെക്സ്ചർ, നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, ഫാറ്റിന്റെ ശരീരത്തിലെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വരെ ഇത് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഹിർസ്യൂട്ടിസം അല്ലെങ്കിൽ ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്ന അവസ്ഥ അതൊരു പ്രോഗ്രസീവ് കണ്ടീഷൻ ആണ്. അപ്പം ശരിയായ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് ഫർദർ അഗ്രഷൻ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷനിലേക്കൊന്നും പോവാതെ തന്നെ നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ടോപ്പിക്കൽ സൊല്യൂഷന്റെ പിന്നാലെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീംസോ ലോഷൻസോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് കോസ്, ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ശ്രദ്ധിക്കാതെയും
ആ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഓൺ എ ലോങ് റൺ നമുക്ക് വലിയ വലിയ സീരിയസ് ഇഷ്യൂസിലേക്ക് എത്തിച്ചേക്കാം. ഇങ്ങനെ അണ്ടർലൈനിങ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ഈ നോർമൽ ഹെയർ ടെർമിനൽ ഹെയർസ് ആയിട്ട് മാറുന്നത് പല കണ്ടീഷനിലും കണ്ടിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളുണ്ട്. കാരണം മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കൺട്രോളിൽ വരുത്താവുന്ന ഒരു കണ്ടീഷനാണ്. ഇനിയിപ്പം ഒരുപാട് പേരുണ്ടാവും ഹോർമോൺ പിൽസിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ളവർ, അല്ലെ, PCOD കണ്ടീഷനൊക്കെ ആയിട്ട് ഹോർമോൺ പിൽസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ ആണ് അവിടെ തടസ്സപ്പെടുന്നത്. തന്മൂലം തന്നെ അത് ഫെർദർ ഹോർമോൺ ഇംബാലൻസിലേക്കാണ് നിങ്ങളുടെ ശരീരത്തെ നയിക്കുകയും ചെയ്യുന്നത്. ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് ആയുർവേദത്തിന്റെ നാച്ചുറൽ വേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് വരുന്നതാണ് ഡീടോക്സിഫിക്കേഷൻ, ഹോർമോൺ ബാലൻസ് ആൻഡ് ടിഷ്യൂവിനെ നറിഷ് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ളതാണ് ഡീടോക്സിഫിക്കേഷൻ. ഈ ഡീടോക്സിഫിക്കേഷൻ വഴി നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അൺഡൈജസ്റ്റഡ് മെറ്റബോളിക് വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയും, ടോക്സിൻസ്, ആമം എന്ന ആയുർവേദത്തിൽ പറയുന്നതിനെ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എക്സസീവ് ആയിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോണിനെ നമ്മൾ ബാലൻസിൽ വരുത്തുന്നു. മൂന്നാമതായിട്ട് നോർമൽ ബോഡി ടിഷ്യൂവിന്റെ ഗ്രോത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതുവഴി തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പ് ഹെയറിൽ നല്ല സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് കൂടിയതായിട്ടുള്ള സ്കാൽപ്പ് ഹെയർസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് ഓൾസോ സ്ലീപ്പ് റെഗുലേഷൻ, ഫാറ്റ് മെറ്റബോളിസം, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. സോ നമുക്ക് ആദ്യം സ്പെസിഫിക് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് എന്തൊക്കെയാന്ന് നോക്കാം. ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഇസ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൽ നല്ല ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും എസെൻഷ്യൽ ഫാറ്റും ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അത്തരത്തിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തുകയും കെമിക്കൽസും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുകയും ചെയ്യാം. വാട്ട് കെമിക്കൽസും ഈ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, പ്രിസർവേറ്റീവ്സ് അധികം ആഡ് ചെയ്തിട്ടുള്ളതും പാക്കേജിലും ഓൾമോസ്റ്റ് വരുന്ന ഫുഡ് ഐറ്റംസും ദേ ആർ ലിറ്ററലി പ്ലാസ്റ്റിക് ഇൻ യുവർ സിസ്റ്റം. Instead, you can go for some good food items like green leafy vegetables, cruciferous vegetables like cabbage, cauliflower, broccoli, sulfurous vegetable, banana, papaya. Papaya നിങ്ങൾക്ക് റോ ആയിട്ടുള്ളതും റൈപ്പ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാം. പിന്നെ മില്ലറ്റുകൾ, ബീൻസ്, ലെൻറ്റിൽസ്, പൈനാപ്പിൾ, പിന്നെ ആപ്പിൾ, മെലൺ, സ്ക്വാഷ്, ഗോട്ട്സ്, പിന്നെ നല്ല ഹെൽത്തി ഫാറ്റ്, സേ ഫോർ എക്സാമ്പിൾ ഗീ. ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രൊസീജിയർ ആണ്. സോ ഇവിടെ കൺസിസ്റ്റൻസി ആണ് മാറ്റർ. നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് ഈ ഒരു ഡയറ്റ് പാറ്റേണിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് അത്രത്തോളം നമുക്കിതിന് ബെനിഫിറ്റും ഉണ്ടാവും. ദി സെക്കൻഡ് വൺ ഇസ് ലൈഫ് സ്റ്റൈൽ. അതിൽ വരുന്ന ഒന്നാണ് നമ്മളുടെ സ്ലീപ്പ്. നിങ്ങൾക്കറിയോ, നമ്മൾ റെഗുലർ ആയിട്ട് സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പം രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ബോഡിയിലെ മെലറ്റോണിന്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. തന്മൂലം തന്നെ നമ്മളുടെ ഒരു സിർക്കാഡിയൻ റിതം അത് മെയിൻറ്റെയിൻ ആവാതെ വരികയും നമ്മളെ ബോഡിയിലെ ഹോർമോൺസിന് ഇംബാലൻസ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തന്മൂലം തന്നെ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾസും തെറ്റും. സോ സ്ലീപ്പ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു ഉറക്കം നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽസ് കുറയ്ക്കും, നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഇറ്റ് ഓൾസോ സപ്പോർട്ട് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ബാലൻസ്. ആൻഡ് ഓൾസോ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷനും ഇത് പ്രോപ്പർ ആക്കുന്നുണ്ട്. സോ സ്ലീപ്പ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ആൻഡ് ഓൺ ആൻ ആവറേജ് ലൈക്ക് 7 to 8 hours ഓഫ് ഗുഡ് സ്ലീപ്പ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റീസും. ആക്റ്റീവായിട്ട് ഇരിക്കുക. ബി ജെന്റൽ ഓൺ യുവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വാദദോഷത്തിന് ബാലൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാദദോഷം ആവട്ടെ, നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ, നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളുടെ ബവൽ മൂവ്മെന്റ് എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ഹോർമോൺ ബാലൻസ് എല്ലാത്തിലും വാദദോഷത്തിന് പങ്കുണ്ട്. സോ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പാരസിമ്പത്തറ്റിക് സിസ്റ്റം റിലാക്സ് ആവാനും സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സോ വാദദോഷം നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ എപ്പോഴും എനർജറ്റിക് ആയി ഇരുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, നിങ്ങളെ പാരസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ, നിങ്ങളെ മൈൻഡിനെയും ബോഡിനെയും റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ ബി ആക്റ്റീവ് ഓൾവേസ്. മൂന്നാമതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാനേജ് ആൻഡ് റെഡ്യൂസ് യുവർ സ്ട്രെസ്. ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് സ്പാനെ വരെ ബാധിച്ചേക്കാം. നോ പറയേണ്ടടുത്ത് അത് പറയാൻ പഠിക്കുക. നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്നവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് കുറയും, നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും.
ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ലൈഫിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഇസ് അവോയ്ഡ് കെമിക്കൽസ്. ഇവിടെ കഫൈൻ ആവാം, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഏത് തരത്തിലുള്ള എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സും ആവാം. നമ്മുടെ ഡെയിലി ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിലും നമ്മുടെ ഫുഡിലും പിന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊക്കെ ഈ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിന്റെ യൂസേജ് ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ വരുന്നതാണ് ഇനോർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൺ ബേസ്ഡ് ആയിട്ടുള്ള പോൾട്രി ആയാലും മിൽക്ക് പ്രോഡക്ട്സ് ആയാലും എല്ലാം. ഓൾ ദീസ് ക്യാൻ കോസ് പുവർ ഈസ്ട്രോജൻ ബിൽഡപ്പ്. സോ ഇവൻച്വലി നമ്മളെ പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസിലേക്ക് അത് നയിക്കും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? സോ ദർ ആർ സർട്ടൻ ആയുർവേദിക് ഹെർബ്സ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആയുർവേദിക് ഹെർബ്സ് ഉണ്ട് ഇത്തരം കണ്ടീഷനിൽ. പക്ഷെ മേക്ക് ഷുവർ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പ്ലെയിൻ ആയിട്ട് എടുക്കാതെ യു കൺസൾട്ട് എ ഫിസിഷ്യൻ, നിങ്ങളുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള മരുന്നുകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. സം ഓഫ് ദി ഹെർബ്സ് ആർ ആംല, തുളസി, ത്രിഫല, ഇരട്ടിമധുരം, അശോക, ശതാവരി. ഇതെല്ലാം ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹെർബ്സ് ആണ്. തന്മൂലം തന്നെ നമ്മുടെ സ്കിന്ന് നന്നാവുകയും നമ്മുടെ സ്കാൽപ്പ് ഹെയർ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാച്ചുറൽ റെമഡീസ് ഒന്നും ഇല്ലേന്ന്. യെസ്, ദർ ആർ, ആൻഡ് ദേ ആർ ഓൾ ആന്റി ഓക്സിഡന്റ് റെമഡീസ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ കീ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ കൺസിസ്റ്റന്റ് ഓൺ വാട്ട് എവർ യു ആർ ഡൂയിങ്. അത് ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഡയറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, നമ്മുടെ സ്ലീപ്പ് ആയിക്കോട്ടെ, ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസ് ആയിക്കോട്ടെ, ഹെർബ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങളുടെ കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടൻറ്റ്. ഓൾസോ ഇറ്റ് ടേക്സ് ടൈം. സോ ഒരു 60% ഓഫ് വാട്ട് യു അപ്ലൈ ഓൺ ദ സ്കിൻ, remember it get absorbed into your bloodstream. Be careful about what you are applying on your skin. കുറച്ച് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് ഞാൻ പറഞ്ഞുതരാം ഈ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന്. അതിൽ ഒന്നാമത്തെയാണ് പപ്പായയും ടേമറിക്കും. രണ്ടാമത്തത് ടേമറിക് മിൽക്ക് ആൻഡ് ഓട്സ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫെനുഗ്രിക് സീഡ് ആൻഡ് മങ്ക് ബീൻ പൗഡർ. ദ ഫോർത്ത് വൺ ഇസ് ചിക്പീ ഫ്ലോർ, ടേമറിക് ആൻഡ് ലെമൺ ജ്യൂസ്. നിങ്ങൾ ഇന്റേണലി ഹോർമോൺ ബാലൻസ് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഈ എക്സ്റ്റേണൽ റെമഡീസും കൂടി ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യുവർ സ്കിൻ സോഫ്റ്റ്, സപ്പിൾ, ആൻഡ് ഓൾസോ ഈ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്തിനെ നമുക്ക് തടയാനും കഴിയും. ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഇന്റേണൽ മെഡിക്കേഷൻസും എക്സ്റ്റേണൽ തെറാപ്പിയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ആക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസും എല്ലാം നമ്മൾ ക്യാരി ചെയ്ത് അൺലൈനിങ് കോസ് എന്താണെന്ന് മനസ്സിലാക്കുക. വെദർ ഇറ്റ് ഇസ് PCOS ഓർ ഇനി അത് മെറ്റബോളിക് ഡിസീസസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം അൺലൈനിങ് കണ്ടീഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ then in that case അതൊരു ബെറ്റർ റിസൾട്ട് തരുന്നതായിരിക്കും. സോ വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഐ ഹോപ്പ് യു ആർ എൻജോയിങ് ദ വീഡിയോസ് കമ്മിങ് ഇൻ ദ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഡോക്ടർ അനാമിക സൈനിങ് ഓഫ് വിത്ത് എ ജനറൽ റിമൈൻഡർ, ഹെൽത്ത് ഈസ് ദി ഓൺലി വെൽത്ത് ദാറ്റ് സ്റ്റേസ് ഫോർ എ ലൈഫ് ടൈം. താങ്ക് യു. Thank you for watching. Subscribe for more health videos.